ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വാട്ടർ മെലണും അതേപോലെ മറ്റൊരു ഐറ്റം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു നല്ലൊരു കോംബോ ആണ് കേട്ടോ. ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, ഒരു റെഡിഷ് ഓറഞ്ച് കളർ. അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടി കാണും. എന്നാലും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ കളർ പോലെ തന്നെ നമുക്ക് കുടിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ തണ്ണിമത്തന്നെ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ മെലണിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് മറ്റാരുമല്ല, പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പലരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ രണ്ടെണ്ണം കൂടെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടല്ലോ, വയറ് നിറയുന്ന അറിയത്തില്ല. സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വാട്ടർ മെലൺ എത്ര എടുക്കുന്നോ അതിൻ്റെ നേർപകുതി മാത്രം പൈനാപ്പിൾ എടുത്താൽ മതി കേട്ടോ. ആ ഒരു റേഷ്യോയിൽ മതി. നമ്മൾ എത്ര എടുക്കുന്നോ അതിൻ്റെ നേർപകുതി പൈനാപ്പിൾ മതി. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് പൈനാപ്പിളാണ്. അതിനുശേഷമേ തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം പൈനാപ്പിൾ നന്നായിട്ട് അരയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആദ്യം തണ്ണിമത്തനും പിന്നെ പൈനാപ്പിളുമാണ് ഇടുന്നതെങ്കിൽ നമ്മൾ പൈനാപ്പിൾ അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ. അത് കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പം തണ്ണിമത്തന് നല്ല മധുരം ഉണ്ടെങ്കിലും അതേപോലെ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓവർ മധുരം ആക്കരുത്. അപ്പോൾ ജ്യൂസിൻ്റെ ടേസ്റ്റ് പോകും. മധുരം അധികമായി കഴിഞ്ഞാൽ ജ്യൂസിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ചുമ്മാ നമ്മളൊരു പഞ്ചസാര വെള്ളം കലക്കി കുടിക്കുന്ന പോലെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം പഞ്ചസാര ലിമിറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് ജ്യൂസിന് എപ്പോഴും നല്ലത്. കഴിവതും പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലേ കറക്റ്റ് ആ ജ്യൂസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഐസ് വാട്ടറും വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഞാൻ അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കസ്കസ് കുതിർത്തതും കൂടി ചേർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇനി ഐസ് ക്യൂബ്സ് ഒന്നും ഇടുന്നില്ല. കാരണം തണ്ണിമത്തനും പൈനാപ്പിളും ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. പിന്നെ ഞാൻ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ജ്യൂസ് ഒഴിച്ച് വെക്കുന്ന ജാറാട്ടോ. ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങളുടെ തിരിച്ച് ഞാൻ ഒഴിച്ചു വെക്കും. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമേ ഞാൻ സെർവ് ചെയ്യത്തുള്ളൂ. അപ്പം നല്ലൊരു ജ്യൂസാണ് കേട്ടോ. കാണുന്ന പോലെ നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കോംബോ നല്ല സൂപ്പർ കോംബോ ആട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.